ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊമേഴ്സ് PYQസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ ഫേസ്റ്റത്തെ ചാപ്റ്ററാണ്, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിലെ 1 മാർക്കിന് നമ്മുടെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറ്റ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ 1 വേർഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ് വിത്ത് മിനിമം റിസോഴ്സസ് ഇസ് കോൾഡ്. മാർച്ച് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, ഗോൾ സെറ്റിംഗ്, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഇതിലേതായിരിക്കും വരിക? നിങ്ങൾ ക്വസ്റ്റ്യനിലെ കീ വേർഡാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ് വിത്ത് മിനിമം റിസോഴ്സസ് എന്നല്ലേ. അപ്പോൾ മിനിമം റിസോഴ്സസ് എന്ന് നിങ്ങൾ എവിടെ കണ്ടാലും അതെന്തായിരിക്കും? എഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഫിഷ്യൻസി എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡൂയിങ് ആൻഡ് കംപ്ലീറ്റിംഗ് ടാസ്ക് വിത്ത് മിനിമം കോസ്റ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദ ടേം ഡാഷ്. എന്താണ്? എ എഫിഷ്യൻസി, ബി എഫക്റ്റീവ്നെസ്, സി കോർഡിനേഷൻ, ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം അല്ലേ, എഫിഷ്യൻസി ആണ് മിനിമം കോസ്റ്റ് അഥവാ മിനിമം റിസോഴ്സസ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? എഫിഷ്യൻസി എന്നാണ് എഴുതേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനായിട്ട് സിമിലർ ആണ്. ഇത് ഞാൻ പിന്നെയും ആഡ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എഫിഷ്യൻസി എന്താണ്, എഫക്റ്റീവ്നെസ് എന്താണ് എന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം. Third question. Management is the art of getting things done through other people. Is the definition by. ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഡെഫിനിഷൻ ആരായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? നമ്മുടെ പീറ്റർ എഫ് ഡ്രക്കർ ആണോ, കൂൺസ് ആണോ, മീരി പാർക്കർ ഫോലറ്റ് ആണോ, അതോ ഹെൻറി ഫയോൾ ആണോ? ആരായിരിക്കും? നമുക്കറിയാം മേരി പാർക്കർ ഫോലറ്റ് ആണ് ഈ ഒരു ഡെഫിനേഷൻ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഡെഫിനേഷൻ പഠിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ, അത്രയും നല്ലൊരു ഡെഫിനേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാനേജ്മെൻറ്റ് ഇസ് ഡാഷ്. എ ഗോൾ ഓറിയൻറ്റഡ്, ബി പെർവാസീവ്, സി മൾട്ടി ഡയമെൻഷണൽ, ഡി ഓൾ ഓഫ് ദിസ്. ഏതായിരിക്കും ആൻസറായിട്ട് വരാം? ഡി ആണ്, ഓൾ ഓഫ് ദിസ് ആണ് ആൻസറായിട്ട് വരാം. മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു മാനേജ്മെൻറ്റ്? എ ഗോൾ ഓറിയൻറ്റഡ്, ബി ഗ്രൂപ്പ് ആക്ടിവിറ്റി, സി ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി, ഡി ഡൈനാമിക്. ഏതായിരിക്കും? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മാനേജ്മെൻറ്റിനോട് റിലേറ്റഡ് ആവാത്തതല്ലേ നമ്മൾ ചോദിച്ചിരുന്നത്, വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ടു മാനേജ്മെൻറ്റ്. അപ്പോൾ ഏതായിരിക്കും? നമ്മുടെ സി ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. കാരണം എന്താണ്? മാനേജ്മെൻറ്റ് എന്നുള്ള ടേം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മെയിനായിട്ട് എവിടെയാണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്താണ്? ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെന്ന് പറയാം. ഇവിടെ നമുക്ക് മാനേജ്മെൻറ്റിനോട് റിലേറ്റഡ് ആവാത്തത് നമ്മുടെ സി ആണ്, അതായത് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. വാട്ട് മാനേജർ ഡസ് ഇൻ ഇന്ത്യ ഇസ് എ സെയിം ആസ് വാട്ട് എ മാനേജർ പ്രാക്ടീസസ് ഇൻ US? വിച്ച് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാനേജ്മെൻറ്റ് വിൽ ജസ്റ്റിഫൈ ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ്? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? US എന്താണോ ഒരു മാനേജർ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലും വേറൊരു മാനേജർ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് ഏത് ക്യാരക്ടറിസ്റ്റിക് ആണ് ഇവിടെ ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോൾ ഓറിയൻറ്റഡ്, ബി പെർവാസീവ്നെസ്, ആൻഡ് സി മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച്, ഡി കണ്ടിന്യൂസ് പ്രോസസ്സ്. ഏതായിരിക്കും? ബി ആണ്, പെർവാസീവ്നെസ് ആണ് ആൻസർ. എന്താണ് പെർവാസീവ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? വ്യാപനമാണ് അല്ലേ, എല്ലായിടത്തും വ്യാപിച്ചെടുക്കുന്നതാണ്. അതായത് USA എന്താണോ ഒരു മാനേജർ ചെയ്യുന്നത് ഇന്ത്യയിലും വേറൊരു മാനേജർ ആ സെയിം പ്രോസസ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താ? എല്ലായിടത്തും സെയിം ആണ്, എല്ലായിടത്തും ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പെർവാസീവ്നെസ് എന്ന് പറയുന്നത് എല്ലായിടത്തും വ്യാപിച്ചെടുക്കുന്നു. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പെർവാസീവ് ആണ്. സോ ദ ആൻസർ ഇസ് സി, എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്.
അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് സർവൈവൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് എഴുതണം, അതുപോലെ തന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് എഴുതണം. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ആ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സോഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ബെനിഫിറ്റ് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എന്താണ്, പേഴ്സണൽ ഒബ്ജക്റ്റീവാണ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ നീഡ്സ് എന്ത് ചെയ്യുക, സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പം ബെനിഫിറ്റ്സ് ഫോർ സൊസൈറ്റി ആണ്. നമ്മുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പം ടു സാറ്റിസ്ഫൈ പേഴ്സണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഡാഷ് ആർ ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് എ ബിസിനസ്. എന്താണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത് ആണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് എ, ഗ്രോത്ത് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following is not an organizational objective of the management? ഏതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത് ആണ് നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിൽ വരാത്തത് ഏതാണ്? സി ആണ് അല്ലേ, നമ്മുടെ ഓപ്ഷൻ സി ആണ്. പ്രൊട്ടക്റ്റിംഗ് നേച്ചർ നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിൽ വരുന്നതല്ല. 10th ക്വസ്റ്റ്യൻ നമുക്ക് എന്താ നോക്കാം. Which of the following best describes the nature of management as an art? മാർച്ച് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ, ബി, പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ്, സി, റോൾ ഓഫ് ക്രിയേറ്റിവിറ്റി, ഡി, ഓൾ ഓഫ് ദിസ്. നമുക്കറിയാം മാനേജ്മെൻറ്റ് ഓഫ് ആർട്ടിൽ ഇതെല്ലാം വരുന്നുണ്ട്. അതായത് പേഴ്സണലൈസ്ഡ് ആണ്, ക്രിയേറ്റിവിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രാക്ടീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാനേജ്മെൻറ്റ് ഇസ് ഡാഷ്. എ, എക്സാക്ട് സയൻസ്, ബി, പ്യുവർ സയൻസ്, സി, ഇൻഎക്സാക്ട് സയൻസ്, ഡി, നൺ ഓഫ് ദിസ്. എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഎക്സാക്ട് സയൻസ് ആണ്. സോ ഓപ്ഷൻ സി ഇസ് കറക്റ്റ്. അതായത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഎക്സാക്റ്റ് ആണ് അല്ലേ. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ കറക്റ്റായിട്ട് പ്യുവറായിട്ട് നമുക്ക് കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ള സയൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്താണ്, ഇൻഎക്സാക്റ്റ് സയൻസ് ആണ്. സോ ദ ആൻസർ ഇസ് സി. അപ്പം നമ്മുടെ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, അതായത് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നിങ്ങളാണ് ആൻസർ പറയേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാലോ. ഫൈൻഡ് ദ ഓഡ് വൺ. എ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ബി, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, സി, ചെയർമാൻ, ഡി, സൂപ്പർവൈസർ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഓഡായിട്ടുള്ളത്? നിങ്ങളുടെ ആൻസേഴ്സ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.